ഇന്ന് ചെറിയൊരു തൈക്കില ഭാരതിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ തയ്ക്കാൻ അറിയത്തുമില്ല. പണ്ട് എപ്പോഴും ഫാഷൻ ഡിസൈനും പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു അഹങ്കാരം മാത്രമാണ് മുമ്പിൽ. അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ സൈന പോൾ വീട്ടിലേക്ക് കയറി വരുന്നത്. എൻ്റെ വലിയ കഴിവുകൾ ഞാൻ പുറത്തെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അവള് നോക്കി നിൽക്കുക കേട്ടോ. പക്ഷെ അവക്കറിയത്തില്ലല്ലോ ഞാൻ പണ്ട് പഠിച്ചത് കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു എന്നും എനിക്ക് തയ്യൽ മെഷീനിലൊന്നും തയ്ക്കാൻ അറിയത്തില്ല എന്നുള്ളതും. ആകെ എനിക്കറിയുന്നത് കീറിയത് കൂട്ടി തുന്നാനും അതുപോലെ തന്നെ ഷേപ്പ് ആക്കാനും പിന്നെ സാരിയുടെ രണ്ടറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി അടിക്കാനും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാവിരുതുകൾ മാത്രമാണ് എനിക്കറിയുന്നത്. അപ്പോൾ അവക്കൊരാഗ്രഹം അവക്കും കൂടി ഇത് പഠിക്കണം എന്നുള്ളത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ ഉള്ളിലെ കഴിവുകൾ ഞാൻ അവക്ക് അങ്ങ് പകർന്നു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 7 വർഷം മുന്നേ ഞാൻ ഈ തയ്യൽ മെഷീൻ വാങ്ങുന്നതിൽ ഒരു കഥയുണ്ട്. ഞാൻ പണ്ട് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. ചിലത് വലിയതായിരിക്കും, ചിലത് ചെറിയ സൈസ് ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒരു ഓൾട്രേഷൻ മസ്റ്റാണ് എനിക്ക്. കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ ചേച്ചിയോ ചേട്ടനോ നോക്കും, ഓഹോ ഇത് ആൾട്രേഷൻ ആണ്, വലിയ കാശൊന്നും കിട്ടത്തില്ല, തിരക്കാണെന്ന് പറഞ്ഞ് എന്നെ പല സ്ഥലത്തൊന്നും അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും എറണാകുളത്ത് ഒരു 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് 100-150 രൂപയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്കൊരു മെഷീൻ വാങ്ങിച്ചുകൂടാ. അങ്ങനെ വാങ്ങിച്ച മെഷീനാണ് കേട്ടോ. ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലെ കഴിവുകൾ ഇതാ സൈന പോളിലും ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളും പഠിച്ച് വലിയ നിലയിലെത്തിയിട്ട് എനിക്കൊരു ചുരിദാർ തയ്ച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവൾക്ക് കൂട്ടി തിന്നാനും അതുപോലെ തന്നെ കീറിയതടിക്കാനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയ മാതിരിയാണ്.